ഹായ്, വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായി തുടങ്ങട്ടെ, എല്ലാവരും തുടങ്ങട്ടെ എന്ന് പറയുന്നത്. സമയം 10-11 മണിയായി. അപ്പോൾ എന്താണ്, എല്ലാവരും സുഖമായിരിക്കണോ? ഞങ്ങളുടെ വീഡിയോസുകളൊക്കെ കാണാറുണ്ടോ? ഞങ്ങളുടെ വീഡിയോസുകളൊക്കെ കാണുന്നത് ഇഷ്ടപ്പെടാറുണ്ടോ? അപ്പോൾ ഇന്ന് എന്താണ്, വിശേഷിച്ച് വേറെ ഒന്നുമില്ല. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി, എല്ലാവരും പുറത്തൊക്കെ പോയി. അപ്പോൾ അടുക്കള പരിപാടിയിലേക്ക് ഇറങ്ങിയിരിക്കണം, ഉച്ചയ്ക്കുള്ളത് വേണം. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ചെയ്യാമെന്ന് സാമ്പാർ വയ്ക്കാൻ, നല്ല രീതിയിലൊരു ചെറിയ സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെടുത്ത് വെച്ചിരിക്കുകയാണ്. എന്താ, കായുണ്ട്, മത്തങ്ങയുണ്ട്, കുമ്പളങ്ങയുണ്ട്, തക്കാളി, അമരയ്ക്ക, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കുമ്പളങ്ങ, ക്യാരറ്റ്, ഇതൊക്കെ ഇട്ടാണ് ഇന്ന് ഞാൻ സാമ്പാർ വയ്ക്കുന്നത്. വേറെ ഇതുണ്ട്, മുരിങ്ങക്കായുണ്ട്, വെണ്ടക്കായുണ്ട്. ഇത് വഴറ്റിയിടാം. അപ്പോൾ എന്നിട്ട് സാമ്പാർ എൻ്റെ രീതിയിലൊരു സാമ്പാർ ഞാൻ വയ്ക്കുകയാണ്. പരിപ്പ് കഴുകി വെച്ചിരിക്കുന്നു, കഷ്ണങ്ങൾ അതിൽ ഇട്ട് വേവിക്കാനായിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ, എന്തൊക്കെയാണ് പറയൂ. മഴയൊക്കെ മാറിയെന്നാണ് തോന്നുന്നത്, വെയിലായി തുടങ്ങി. സുഖമായിരിക്കുന്നു എല്ലാവരും. ഇവിടെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ പനിയായിരുന്നു, അതൊക്കെ മാറി വരുന്നുണ്ട്. സ്കൂളിൽ ഒക്കെ പോയി. വേറെ വിശേഷങ്ങളൊക്കെ എന്താണ്, നാളെ 1-ാം തീയതിയാണ്. 1-ാം തീയതി തൊട്ട് രാമായണ മാസമാണ്. എല്ലാവരും ഒക്കെ അമ്പലങ്ങളിലൊക്കെ പോകണം, പോയി തൊഴണം. നല്ലൊരു പുണ്യമാസമാണ്. അതൊക്കെയാണ് പറയാനുള്ള വിശേഷങ്ങൾ. ഞാനങ്ങനെ സാമ്പാർ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഞാൻ വയ്ക്കുന്ന സാമ്പാർ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്സ് ചെയ്യുക. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ സാമ്പാർ വയ്ക്കട്ടെ. സാമ്പാർ എങ്ങനെയാണ് ഞാൻ വയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ കാണുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം കേട്ടോ. എന്തൊക്കെയാണ് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് കായമുണ്ട്, ഓരോ കായം. ഞാൻ ഓരോന്നെടുക്കട്ടെ. കായം ഇടാൻ പോകുന്നു. കായം, കുറച്ച് മുളക് പൊടി. എരിവ് കുറച്ചാണ് വയ്ക്കുന്നത്. ഇവിടെ അച്ഛനൊക്കെ എരിവ് പറ്റില്ലേ. മല്ലിപ്പൊടി, സാമ്പാർ പൊടി കേട്ടോ, സാമ്പാർ പൊടി. പിന്നെ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, മല്ലിയില, പിന്നെ കറിവേപ്പില ഇട്ടു. പിന്നെന്താണ്, അപ്പോൾ പുളിവെള്ളം, പച്ചവെള്ളം ഒഴിച്ച് എല്ലാം കൂടെ കിടന്ന് ഒരു വേവട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് അടുപ്പിലോട്ട് സാമ്പാറിനുള്ള സംഭവങ്ങളൊക്കെ വയ്ക്കാം. സംഭവം അവിടെ ഇരുന്ന് സാമ്പാർ ആവട്ടെ, ബാക്കി പണി നമുക്ക് ചെയ്യാമല്ലോ അല്ലേ. സാമ്പാറാകുമ്പോഴേക്കും ബാക്കി റെഡി നമ്മൾ ആക്കിക്കൊണ്ടിരിക്കാം. എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാനുള്ള വെണ്ടയ്ക്കയും മുരിങ്ങക്കായും റെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനൊന്ന് കടുക് വറുത്തിട്ട് വഴറ്റിയെടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഒരു കാര്യം വരെ, നിങ്ങൾക്കൊക്കെ ഈ പാട്ട് കേട്ടോണ്ട് ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പിന്നെ ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്ക് ആയതുകൊണ്ട് പാട്ട് കേട്ട് അടുക്കളപ്പണി ചെയ്യുമ്പോൾ പാട്ടൊക്കെ വെച്ച് അതൊക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ പണിയൊക്കെ ചെയ്യുന്നത്. നമുക്ക് സമയം കിട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും പണി വേണ്ടേ. പണി ചെയ്യുമ്പോൾ അതിനൊക്കെ കേട്ട് ഒരു സന്തോഷം കൂടാതെ ഞാൻ അടുക്കള പണിയൊക്കെ ചെയ്യുക. പാട്ടൊക്കെ വെച്ച് നിങ്ങൾക്ക് എങ്ങനെ കേൾക്കുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമുള്ളതാണ്. എല്ലാവരും പാടാനേ കഴിവില്ല, അപ്പോൾ പിന്നെ പാട്ട് കേൾക്കാനും കഴിവുള്ളവരും അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാട്ടെന്ന് പറയുന്നത് ഭയങ്കരമായൊരു കാര്യമാണ്. പാട്ടൊക്കെ കേട്ടാണ് ഞാൻ അടുക്കള പറഞ്ഞത്. അപ്പോൾ എൻ്റെ അതിൻ്റെ ഇടയ്ക്ക് മറക്കണ്ട, സാമ്പാറിൻ്റെ വഴറ്റി ഇട്ട് സാമ്പാർ വയ്ക്കാം. ഞാൻ വയ്ക്കുന്ന സാമ്പാർ ഇഷ്ടമാണോന്നൊന്നുമില്ല, ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ വയ്ക്കുകയാണ്. ഇഷ്ടമുള്ളവർ ലൈക്ക്, കമൻസൊക്കെ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടൊന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സാമ്പാറിനുള്ള വഴറ്റി കടുവത്ത്
വഴറ്റാനുള്ള സംഭവത്തിലേക്ക് പോകാം. ഇതാണ് വെളിച്ചെണ്ണ രാവിലെ തന്നെ കാപ്പിയൊക്കെ കഴിച്ചോ? എന്താ ഫുഡ് എന്തൊക്കെ ആയിരുന്നു നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കി. പക്ഷെ രാവിലെ സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ച് സമയം കിട്ടിയില്ല കുട്ടികൾക്ക്. അപ്പോൾ രാവിലെ ഇഡ്ഡലി പൊടിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. നിങ്ങൾക്ക് എന്തായിരുന്നു കഴിച്ചത്? ഞങ്ങൾ കഴിച്ചു, കുട്ടികളിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം എന്നാൽ ഉച്ചക്കത്തേക്ക് സാമ്പാറാക്കാണ്ട് വിചാരിച്ചു. അങ്ങനെയാണ് ഉച്ചക്കത്തേക്ക് സാമ്പാർ എൻ്റെ രീതിക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ ഇഷ്ടമായോ അറിയില്ല, ഇഷ്ടമായി പറയില്ല. അതാ വിസിൽ വന്നു, വിസിൽ വന്നു. ഒറ്റയ്ക്കേ ഉള്ളൂല്ലോ. അപ്പോൾ പിന്നെ കടുകി ഇത്തിരി മുളക് ഇട്ടു. വെണ്ടയ്ക്കയും മുരിങ്ങക്കായും കൂടെ വഴറ്റാം. അത് സംഭവം വഴറ്റട്ടെ. അത് വഴറ്റി വരുമ്പോഴത്തേക്ക് എനിക്ക് സങ്കടമാവുമോ? ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സങ്കടമാവുകയും ചെയ്യും. എനിക്കാവും കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. നല്ലൊരു കാര്യമായിട്ട് അയാൾ പാട്ടൊക്കെ കേട്ട് അടുക്കളയിലോ എൻ്റെ പാചകമൊക്കെ ചെയ്ത് ഞാനിങ്ങനെ ഓരോ ദിവസം വൈകുന്നേരം 10 മണി തൊട്ട് ഒരു 4 മണി വരെ വലിയ ചിലവാകും. മക്കളുള്ളപ്പോൾ അവരെ കൂടെ നല്ലത്. അല്ലാത്തപ്പോൾ അതില്ലാത്തപ്പോൾ ഒറ്റയ്ക്ക് ആരോടാണ് വിളിക്കും. അപ്പോൾ പാട്ടൊക്കെ കേട്ട് എൻ്റെ പാചകമൊക്കെ ചെയ്ത് വീട്ടിലെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് അങ്ങനെ പോകും കേട്ടോ. ചോറായി. രാവിലെ വെള്ളം കുടിക്കുന്ന വെള്ളം വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ വെച്ചിട്ട് തിന്മയിലായിരിക്കുന്നു അവിടോട്ട് വെച്ച് ചോറായിട്ട് പിന്നെ കറി നല്ല കൊണ്ട് കുട്ടികളൊക്കെ ഊണ് കഴിക്കുന്ന ആൾക്കാർ വെക്കുമ്പോഴത്തേക്ക് ആൾക്കാർ വലിയ സമാധാനം. ഈ സാമ്പാർ നോക്കാം കേട്ടോ. അപ്പോൾ കടുവറുത്തിയ സാധനങ്ങളിൽ കടുവത്ത വെണ്ടയ്ക്കയും മുരിങ്ങക്കായും കൂടെ ഇതിനകത്ത് ഇടുക കേട്ടോ. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. കടുവത്ത സാധനം ഇതിലിട്ട് അപ്പോൾ ഇന്ന് എൻ്റെ സാമ്പാർ റെഡി. എൻ്റെ സാമ്പാർ ഇഷ്ടമായിരുന്നു. നോക്കാം. കളർ കണ്ടോ? നല്ല കളറായിട്ടില്ലേ? നല്ല കളറും മണവും ഗുണവും ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയല്ലേ? അടിപൊളി സാമ്പാറല്ലേ? അപ്പോൾ ഇന്നെൻ്റെ സാമ്പാർ വെച്ച് കറികളായിട്ട് സാമ്പാറായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം. അപ്പോൾ എൻ്റെ വിശേഷം വീഡിയോകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല പറയാൻ. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക്, കമൻറ്റ്സ്, ഷെയർ ഒക്കെ ചെയ്യുക. കമൻറ്റ്സൊക്കെ പറയുക. കുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ അതേ ഉള്ളൂല്ലോ. അറിയാത്ത രീതിയിൽ ഞങ്ങൾ യൂട്യൂബിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ചെയ്ത് നോക്കണു. അപ്പോൾ അത് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക്, കമൻറ്റ്സ്, ഞങ്ങളെ വീഡിയോസ് വീണ്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുക. ഞങ്ങൾ ഇടുന്നുണ്ട്, കാണുക. താല്പര്യമുള്ളവർ കാണുക. അപ്പോൾ വീണ്ടും ഇനിയൊരു വീഡിയോയുമായി ഞാൻ വരാം. അപ്പോൾ പിന്നെ ബൈ ബൈ.